പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ അവിടെ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. അതായത് കുടിവെള്ളത്തിന് 300 കോടിയോളം രൂപയാണ് ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റുകൾക്കായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ വെച്ചത്. അത് ഏതാണ്ട് എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം ജലസേചന അടക്കമുള്ള പദ്ധതികൾ അതിൽ ഉൾപ്പെടും. അതിൽ തടയണകൾ, അതുപോലെ തന്നെ സമഗ്ര കുടിവെള്ള പദ്ധതികൾ, ജലജീവൻ മിഷൻ അടക്കമുള്ള എല്ലാ പദ്ധതികളും, അമൃത് കുടിവെള്ള പദ്ധതി എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് 300 കോടിയിലധികം രൂപയാണ് നമ്മുടെ മണ്ഡലത്തിൽ കുടിവെള്ളത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 100 കോടിയോളം രൂപ വിദ്യാഭ്യാസ മേഖലയിലേക്ക് 100 കോടി ചെലവഴിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും പുതിയ കെട്ടിടം, പല സ്കൂളുകളിലും 3 കെട്ടിടങ്ങളടക്കമുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ആരോഗ്യ മേഖലയിൽ വാടക കെട്ടിടത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ച ആശുപത്രികളടക്കം നിരവധിയായിട്ടുള്ള ആശുപത്രികൾക്ക് കെട്ടിടം, ഡയാലിസിസ് സെൻ്ററിന് കെട്ടിടം അടക്കമുള്ള സൗകര്യങ്ങൾ ഈ കാലയളവിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ റോഡുകൾ, പട്ടാമ്പി മണ്ഡലത്തിലെ ഭൂരിപക്ഷം റോഡുകളും BMBC നിലവാരത്തിൽ ഈ കാലയളവിലാണ് നമ്മൾ ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിള IPT റോഡ് അടക്കമുള്ള റോഡുകൾ വലിയ ഫണ്ട് വെച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ടൗൺ നവീകരണങ്ങളടക്കം നടത്തിക്കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. കൊപ്പം ടൗൺ നവീകരണം നടത്തിക്കഴിഞ്ഞു. മുളയങ്കാവ് ടൗൺ നവീകരണം നടത്താൻ പോവുകയാണ്. അതോടൊപ്പം പട്ടാമ്പിയിലെ 3 മേൽപ്പാലങ്ങൾ ഈ കാലയളവിൽ പ്രഖ്യാപിക്കാനും ഫണ്ട് വെക്കാനും സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വാടനാംകുറിശി മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്, പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ വല്ലപ്പുഴ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് ആരംഭിക്കാൻ പോകുന്നു. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. കൊപ്പം പോലീസ് സ്റ്റേഷനും പട്ടാമ്പി ഫയർ സ്റ്റേഷനും ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു. ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കി. ഈ രണ്ടിനും കെട്ടിടങ്ങളുടെ ഫണ്ട് കൂടി ലഭ്യമാക്കിയിരിക്കുകയാണ്. പട്ടാമ്പിയിലൊരു പാർക്ക് എന്ന സ്വപ്നം അതും യാഥാർത്ഥ്യമായി. EMSൻ്റെ പേരിലുള്ളൊരു പാർക്ക് MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയൊരു പാർക്ക് കാർഷിക മേഖലയിൽ സെൻട്രൽ ഓർച്ചാർഡ് നവീകരിച്ചുകൊണ്ട് വരികയാണ്. 5 കോടി രൂപ വെച്ച് അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. പട്ടാമ്പി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി 20 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടും നടക്കാതിരുന്ന സയൻസ് ബ്ലോക്ക് പൂർത്തീകരിക്കുകയും അഡീഷണൽ ഫണ്ട് അടക്കം വെച്ച് പൂർത്തീകരിക്കുകയും അവിടെ മറ്റു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും നാക്കിൻ്റെ A ഗ്രേഡ് അടക്കമുള്ള കാര്യങ്ങൾ A+ ഗ്രേഡ് അടക്കം പട്ടാമ്പിയിലേക്ക് ലഭ്യമാകുകയും ചെയ്തത് ഈ കാലത്ത് നമ്മൾ അഭിമാനത്തോടു കൂടി ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പട്ടാമ്പി മണ്ഡലത്തിലെ മറ്റു നിരവധിയായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ നമുക്ക് ഫണ്ട് വെക്കാൻ, കാർഷിക മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ തന്നെ ഫണ്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക സർവകലാശാലയുടെ കേന്ദ്രമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം. അതിലും വലിയ ജലസംഭരണിക്ക് ഫണ്ട് വെക്കാൻ കഴിഞ്ഞു. മറ്റു നിരവധിയായിട്ടുള്ള മേഖലകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1000 കോടിയിലധികം വരുന്ന തുകയുടെ വികസന പദ്ധതികൾ ഈ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്.